ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി ഒരു ദൂരയാത്ര പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദൂരം നടന്ന് തളർന്ന് അവർക്ക് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി. ഗുരുവിനെ ഒരിടത്ത് വിശ്രമിക്കാൻ എടുത്തിയിട്ട് ഈ ശിഷ്യൻ വെള്ളം അന്വേഷിച്ചിറങ്ങി. നടന്ന് ഒടുവിൽ അവനൊരു തടാകം കണ്ടെത്തി. പക്ഷേ ആ തടാകത്തിലെത്തിയപ്പോഴോ ആ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ഏതോ മൃഗങ്ങളോ മറ്റോ വെള്ളം കുടിക്കാനെത്തി കലക്കിയതാണത്. ശിഷ്യൻ തിരികെ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഈ തടാകം കലങ്ങി കിടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ വെള്ളം എടുത്തു വരാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ ഗുരു വീണ്ടും അവിടെ നിന്നും എഴുന്നേറ്റ് കുറച്ച് ദൂരം വീണ്ടും നടന്നു. അപ്പോൾ വീണ്ടും വേറൊരു തടാകം കണ്ടെത്തി. പക്ഷേ അവിടെയും ഈ വെള്ളമാകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഗുരു ശിഷ്യനോട് പറഞ്ഞു, കുഴപ്പമില്ല, അല്പം വിശ്രമിക്കൂ. കുറച്ച് സമയം അവർ രണ്ടുപേരും ആ തടാകത്തിലരികിൽ അവർ വിശ്രമിച്ചു. അതിനുശേഷം ഈ ശിഷ്യൻ വീണ്ടും ആ തടാകത്തിലേക്ക് പോവുകയാണ്. പോയി നോക്കുമ്പോഴത്തേനും വെള്ളം നേരത്തേതുപോലെ തന്നെ കലങ്ങി തന്നെ കിടക്കുന്നു. അങ്ങനെ 1-2 വട്ടം തടാകം നോക്കി വന്ന അവനോട് ഗുരു പറഞ്ഞു, നോക്കൂ, ആ വെള്ളം തെളിയാൻ നീ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാലും ആ വെള്ളം തെളിയാനെടുക്കുന്നൊരു സമയമുണ്ടല്ലോ, അതിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്ന്. കലങ്ങിയ തടാകം തെളിയിക്കാൻ നാം ആകെ ചെയ്യേണ്ടത് അതിൽ വീണ്ടും ഇടപെടാതിരിക്കുക എന്നുള്ളത് മാത്രമാണെന്ന്. ക്ഷമയോടെ കാത്തിരിക്കുക എന്നതാണ് ചില സാഹചര്യങ്ങളിൽ നമ്മുടെയൊക്കെ ജോലി. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളും പരിഹാരം കാണാനാകാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം അല്ലേ? പ്രശ്നങ്ങളൊക്കെ ബലം പ്രയോഗിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ കുഴപ്പങ്ങൾക്കേ കാരണമാവുകയുള്ളൂ. കാരണം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ശരിയാക്കാൻ സമയമെടുക്കുമെന്നേ. പതിയെ ഈ തടാകം തെളിയുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ ഓർക്കേണ്ടത് ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടെ കൈകളിലാണ്. ടോൾസ്റ്റോയ് പണ്ട് പറഞ്ഞതുപോലെ, കാത്തിരിക്കാൻ അറിയുന്നവൻ്റെ പക്കലേക്ക് എല്ലാം വളരെ കൃത്യമായ സമയത്ത് വന്നു ചേരും.